Introducing Literature, Module 1. As you can see on the screen, the first module is divided into two parts. The first part deals with the syntax of the language. What does the first part deals? Deals with the syntax. You know what is syntax? Syntax എന്ന് പറഞ്ഞു കഴിഞ്ഞാല് can you say what is syntax? ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. Okay, syntax means arrangement of words. Word order ആണ് syntax. The structural or syntactic features of English, അതായത് the syntax of Malayalam, syntax of English is totally different. ഞാൻ പിന്നെ അഹമ്മദിനെ കണ്ടു അല്ലെങ്കിൽ ഞാൻ രാമനെ കണ്ടു എന്ന് പറയണമെങ്കിൽ നമ്മൾ തന്നെ ഒരു വേർഡിന് ഒരു ഓർഡർ ഉണ്ട് അല്ലേ? ഒരു we are arranging the words in a particular order to give it meaning. നമ്മൾ ആ സെന്റൻസിന് ഹോളിസ്റ്റിക് ആയിട്ടൊരു മീനിങ് കൊടുക്കാൻ പാകത്തിൽ നമ്മൾ അതിനെ അറേഞ്ച് ചെയ്താണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഒരു പക്ഷെ നമ്മളെ മദർ ടങ് അതുപോലെ ഇംഗ്ലീഷും തമ്മിലുള്ള സിന്റാക്സിലെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ when we try to understand the meaning, first of all we are getting the external features. നമുക്ക് അതിന്റെ വേർഡ് ഓർഡർ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വേർഡ് ഓർഡറിനെയാണ് സിന്റാക്സ് എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം. അറേഞ്ച്മെന്റ് ഓഫ് വേർഡ്സ് in a sentence to give it meaning. Okay, so while the second part deals with the literary techniques which transform ordinary language into literary language, നമ്മൾ ordinary language ൽ നിന്നും literary language is totally different. ഹലോ, അതിന് poetics എന്ന് നമ്മൾ അതിനെ ചുരുക്കി പറയുന്നു. അപ്പോൾ ഫസ്റ്റ് മോഡ്യൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഭാഗം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവർ ഓൺ ചെയ്ത് ഇട്ടോളൂ. കാരണം that will motivate me, that I also will get such a feeling that I am sitting in a live classroom. So whoever is having a powerful net connection, you can just on the video as well, so that I can have direct interaction. We can have the meeting little bit more effective. Okay, അപ്പൊ നിങ്ങൾ അതിന് റെഡി ആയിട്ട് ഇരിക്കുന്നു എന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്ന സമയത്ത് മാത്രമല്ല, ക്ലാസ് റൂമില് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ടു ഫേസ് കാണുന്നത് പോലെ we have got this opportunity here to, if you can open your video mode. Okay, welcome for Sharhan. അതുപോലെ നമ്മളുടെ ഫേസ്, നമ്മളുടെ മുഖം കാണിച്ചുകൊണ്ട് നമുക്ക് സധൈര്യം സംസാരിക്കാനുള്ള ഒരു സ്പേസ് ആയിട്ട് കൂടി നിങ്ങൾ ഈ ഒരു ക്ലാസ് റൂമിന് കാണണം എന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ I have this request. Actually, if you are live, if you are coming in the video mode, everybody can have this face-to-face connection, right? Okay. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ ഫസ്റ്റ് മോഡ്യൂൾ has two parts. The first part എന്താന്ന് പറഞ്ഞ? First part deals with the syntax. സിന്റാക്സിൽ നമുക്ക് ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ വരുന്ന എന്തൊക്കെയാണ് സിന്റാക്സിൽ? വേർബ് എന്താണ്, വേർബ് ഫ്രേസ് എന്താണ്, അതുപോലെ അഡ്ജങ്ക്റ്റ്, കൊളോക്കേഷൻസ്, ലിങ്കേഴ്സ്, സെൻസ് ഗ്രൂപ്പ്സ്, ഇതെല്ലാം കൂടെ ചേർന്ന ഒരു പാർട്ടാണ്
സിൻടാക്സിൽ വരുന്നത്. സിൻടാക്സ് ആക്ച്വലി ഇറ്റ് ഡീൽസ് വിത്ത് ലാംഗ്വേജ്. സിൻടാക്സ് ലാംഗ്വേജ് എലമെന്റ്സ് ആണ് ശരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ ലിറ്ററേച്ചറിന്റെ പാർട്ടാണ് പോയറ്റിക് എന്ന് പറയുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് ദ ലിറ്റററി ഡിവൈസസ് ആൻഡ് ടെക്നിക്സ് ഡിഫറെന്റ് ഫ്രം അവർ ലിറ്റററി ലാംഗ്വേജ്. നമ്മൾ ലിറ്റററി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതിനേക്കാളും അല്പം ഒരു അലങ്കാരമൊക്കെ ചേർത്ത് സംസാരിക്കുന്ന രീതികളുണ്ട്, ഇല്ലേ? നിങ്ങളുടെ സംസാരം, നിങ്ങൾക്ക് ലിറ്ററേച്ചർ, ഹൗ ലിറ്ററേച്ചർ ഡിഫറെന്റ് ഫ്രം ദ ഓർഡിനറി സയന്റിഫിക് ലാംഗ്വേജ്. ഒരു സയൻസിന്റെ ലാംഗ്വേജും ലിറ്ററേച്ചറിന്റെ ലാംഗ്വേജും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇറ്റ് ഈസ് സിമിലർ. നമുക്ക് ലിറ്ററേച്ചറിന്റെ ലാംഗ്വേജ് ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ, വി ആർ വെരി മച്ച് ഇൻട്രസ്റ്റഡ് ടു ലിസൺ ടു. അപ്പൊ നിങ്ങൾ ഹലോ, ഈ പ്ലാറ്റ്ഫോമിൽ കയറി വന്നവര് എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കണേ. നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സ്പേസ് അവസരം വരുന്ന സമയത്ത് മാത്രം അൺമ്യൂട്ട് ചെയ്യുക, അല്ലാത്ത സമയത്ത് മ്യൂട്ട് ചെയ്ത് വെക്കണേ. ഇതിന്റെ കൺട്രോള് നിങ്ങൾ കയ്യിലേക്ക് തന്നെ വിട്ടു തരിക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. യു ഹാവ് ടു ഹാവ് യുവർ കൺട്രോൾ ഓൺ യുവർ ഫിംഗർ ടിപ്സ്. ഐ ആം നോട്ട് ഗോയിങ് ടു കൺട്രോൾ യു, ബട്ട് യു ഹാവ് ടു കൺട്രോൾ യുവർ സെൽഫ്. അപ്പോൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. whenever I am opening my audio, all the voice surrounding your area may be entering into this platform and they will be interrupting the whole classroom activities. So please be careful and please know the sensitivity of our platform. നമ്മള് സംസാരിച്ചു ഇൻട്രൊഡ്യൂസിംഗ് ലിറ്ററേച്ചറിന് പ്രധാനമായിട്ട് 2 പാർട്ട് ഉണ്ട്. ഫസ്റ്റ് പാർട്ട് ഈസ് ദാറ്റ് ഓഫ് സിൻടാക്സ്. സിൻടാക്സിൽ എന്തൊക്കെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞ്. സോ വാട്ട് ആർ ദ വെരി ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ ടെക്സ്റ്റ് കയ്യിലുണ്ടെങ്കിൽ അത് വായിച്ചിട്ട് ഇതിന് നമ്മളെ ക്ലാസ്സിന് വരികയാണെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ഡിസ്കഷൻ ഇഫക്റ്റീവ് ആക്കാം. സോ സിൻടാക്സ് എന്ന് പറയുമ്പോൾ ഗ്രാമാറ്റിക്കൽ എലമെന്റ്സ് അതിൽ ഉൾപ്പെടുന്നതാണ്. ഫ്രേസൽ വേർബ്സ്, കൊളോക്കേഷൻസ്, അഡ്ജങ്ക്ട്സ്, പിന്നെ എന്താണ് പറയാ, ട്രാൻസിറ്റീവ്, ഇൻട്രാൻസിറ്റീവ്, ഒബ്ജക്റ്റ്, വേർബ്, സബ്ജക്റ്റ്, ഇതെല്ലാം ഉൾപ്പെടും. സോ അതിനാണ് സിൻടാക്സിൽ ഡീൽ ചെയ്യുക. സോ ദാറ്റ് ഈസ് ദ ലാംഗ്വേജ് എലമെന്റ്. നമുക്ക് വേണമെങ്കിൽ അതിൽ ചുരുക്കി ലാംഗ്വേജ് എലമെന്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇൻ എ റിട്ടൺ ടെക്സ്റ്റ് we use language. In this module we learn about how literary texts use language. Literary texts employ language differently. Scientific texts are more direct and objective. നമ്മൾ സയന്റിഫിക് ടെക്സ്റ്റ് വായിക്കുകയാണെങ്കിൽ അതിൽ വളരെ ഒബ്ജക്റ്റീവ് ആയുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഒരു വസ്തു, ആ വസ്തുവിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു ആറ്റമായിട്ട്, അതല്ലെങ്കിൽ വളരെ കൃത്യമായ ഒബ്ജക്റ്റീവായി നമുക്ക് തൊടാൻ പറ്റുന്ന വസ്തുക്കളാണ്. But in a literature, we are the expression is one is that of our heart, our feelings, our emotions. നമ്മളുടെ മൈൻഡിന്റെ സ്റ്റേറ്റിനെയൊക്കെയാണ് നമ്മൾ ലാംഗ്വേജിൽ, ലിറ്ററേച്ചറിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ സയന്റിഫിക് ലാംഗ്വേജ് ആൻഡ് ദ ലാംഗ്വേജ് ഓഫ് ലിറ്ററേച്ചർ ഇസ് ഡിഫറെന്റ്, അല്ലെ? മറ്റൊരു ഡിഫറൻസ് എന്താണ്? അത് ഇമാജിനേറ്റീവ് ആണ്. നമ്മളെ ഇമാജിനേഷനെയാണ് ഇവിടെ ലിറ്ററേച്ചർ സ്പർശിക്കുന്നത്. സയൻസ് is dealing with direct object, വസ്തുതകളെയും വസ്തുക്കളെ കുറിച്ചുമുള്ള പഠനമാണ്. സോ the language of literature and the language of science is different. ഓക്കെ, അപ്പൊ നമ്മള് ജനറലി നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതിന് എന്തിനു വേണ്ടിയാണ്? ജസ്റ്റ് ടു എക്സ്പ്രസ് അവർ ഇമോഷൻസ്, അവർ ഫീലിംഗ്സ്, ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് അതേഴ്സ്. ഓക്കെ, അപ്പോൾ ഇൻട്രൊഡ്യൂസിങ് ലിറ്ററേച്ചറിൽ നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങൾ 2 പ്രധാനപ്പെട്ട ഡിവിഷൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സിൻടാക്സ് ആൻഡ് പോയറ്റിക്സ്. ഈ സിൻടാക്സിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഏറെക്കുറെ ചുരുക്കരൂപം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ലാംഗ്വേജ് എലമെന്റ്സ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ,
അപ്പൊ ലാംഗ്വേജ് എലമെന്റ്സിൽ വേർബ്, ഒബ്ജക്റ്റ്, അഡ്ജങ്ക്റ്റ്, ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണ്. അതിന് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ടെക്സ്റ്റിനകത്ത് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ സിൻടാക്സിൽ നമ്മൾ ഇംഗ്ലീഷിൽ നമ്മളെ സിൻടാക്സ് എന്താണ്? സിൻടാക്സ് എന്നതുകൊണ്ട് നമുക്കിപ്പോ ഒരു സെന്റൻസിന്റെ അതിന്റെ വേർഡ് ഓർഡറിനെയാണ് സിൻടാക്സ്. ദ അറേഞ്ച്മെന്റ് ഓഫ് വേർഡ്സ് ഇൻ എ പെർട്ടിക്കുലർ സെന്റൻസ്. ഇപ്പൊ നമ്മള് ഞാനൊരു ആനയെ കണ്ടു, ഞാനൊരു ആനയെ കണ്ടു. അപ്പൊ നമ്മള് ഇംഗ്ലീഷ് മലയാളത്തിൽ പറയാണ് ഞാനൊരു ആനയെ കണ്ടു. ഐ സോ ആൻ എലിഫന്റ്. അതിൽ നമ്മള് പിന്നെ ഞാൻ ആനയെ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്ന രണ്ടാമത് വരുന്ന ആനയാണ്. കണ്ടു എന്നത് മൂന്നാമതായിട്ടാണ് വരുന്നത്. സോ ദ വേർഡ് ഓർഡർ ഈസ് ഡിഫറെന്റ്. when you translate it into ഇംഗ്ലീഷ്, ഇംഗ്ലീഷിൽ വരുമ്പോ എന്താ പറയാ? ഐ സോ ആൻ എലിഫന്റ് അല്ലെ? ഐ സോ ആൻ എലിഫന്റ്. ആദ്യം വരുന്നത് ഞാൻ, സോ കണ്ടു ആനയെ അല്ലെ? പക്ഷെ മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ അങ്ങനെയാണോ പറഞ്ഞത്? അതിന്റെ സിൻടാക്സ്, വേർഡ് ഓർഡർ, ദ അറേഞ്ച്മെന്റ് ഓഫ് വേർഡ് ഇൻ ദാറ്റ് സെന്റൻസ് ഈസ് ഡിഫറെന്റ്. അതാണ് നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. സോ പിന്നെ സിൻടാക്സിൽ ഡീൽ ചെയ്യുന്നത് വേർബ് ആണ്. വേർബില് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ, ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? ശബ്ദം കേട്ടത് കൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പിന്നെ നമ്മള് ഫസ്റ്റ് മോഡ്യൂളിൽ എന്താണ് ജനറലി നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായി. അതില് പ്രധാനപ്പെട്ട മേജർ ഡിവിഷൻസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. സിൻടാക്സ്, പോയറ്റിക്സ്. പോയറ്റിക്സ് സിൻടാക്സിൽ വരുന്നത് വേർഡ് ഓർഡർ ആണ്, അറേഞ്ച്മെന്റ് ഓഫ് വേർഡ്സ് ആണ്. ഞാൻ ഒരു ഉദാഹരണം ഞാൻ സിൻടാക്സിലുള്ള വ്യത്യാസം പറഞ്ഞു. ഇൻ ഇംഗ്ലീഷ് ഹൗ ഇറ്റ് ഡിഫേഴ്സ് ഫ്രം അവർ മദർ ടങ്. നമ്മളെ മദർ ടങ്ങിൽ നിന്നും ഈ വേർഡ് ഓർഡറിന്റെ ഡിഫറൻസിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇതുപോലെ യു ക്യാൻ സീ സോ മെനി എക്സാമ്പിൾസ് when you observe the sentences or the syntax of English and Malayalam. Okay, now നമ്മൾ അതിലെ സിൻടാക്സിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് വേർബ് ആണ്. ഈ വേർബില് വേർബ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ആക്ഷനെ കാണിക്കുന്ന വേർഡിനാണല്ലോ വേർബ് എന്ന് പറയുന്നത്, റൈറ്റ്? അപ്പൊ അതില് വേർബ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഈ വേർബിന്റെ ആക്ഷൻ എവിടെയാണോ സംഭവിക്കുന്നത്, എന്തിലാണോ സംഭവിക്കുന്നത്, we call it an object. ഒബ്ജക്റ്റ് എന്ന് നമ്മൾ പറയും. ഈ ഒബ്ജക്റ്റിന് രണ്ട് ഡിവിഷൻ ഉണ്ട്. മോണോട്രാൻസിറ്റീവ്, ഡൈട്രാൻസിറ്റീവ് വേർബ്സ്. വേർബുകളെ രണ്ടായിട്ട് തരംതിരിക്കാം, ട്രാൻസിറ്റീവ് അതുപോലെ ഇൻട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനൊരു ഒബ്ജക്റ്റില് ആ വേർബിന്റെ ആക്ഷൻ മറ്റൊരു ഒബ്ജക്റ്റിൽ അത് പതിക്കുന്നു. അതാണ് ട്രാൻസിറ്റീവ്. അതിന്റെ ഒരു ആക്ഷന്റെ ഇമ്പാക്ട് മറ്റൊരു വസ്തുവിലേക്ക് കൊള്ളുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനെ നമ്മൾ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് പറയും. ഫോർ എക്സാമ്പിൾ, ഐ ബീറ്റ് അല്ലെങ്കിൽ ഹി കിൽഡ് എ സ്നേക്ക്. കിൽഡ് എന്ന് പറയുന്ന വേർബിന്റെ ആക്ഷൻ സംഭവിക്കുന്നത് സ്നേക്കിലാണ്. അപ്പോ അതിന് ഒബ്ജക്റ്റ് എന്ന് പറയുന്നു. ഈ വേർബിന് പറയുന്ന പേരാണ് ട്രാൻസിറ്റീവ് വേർബ്, റൈറ്റ്? മനസ്സിലായോ? അതേസമയം ഞാനിപ്പോ ഐ ഗോ ടു കോളേജ്, റീജിയണൽ കോളേജ്. അവിടെ പിന്നെ ഡയറക്റ്റ് ഒബ്ജക്റ്റിന്റെ, അതായത് അല്ലെങ്കിൽ ഐ സ്ലെപ്റ്റ് അറ്റ് നൈറ്റ്, ഞാൻ രാത്രി കിടന്നുറങ്ങി, ഐ സ്ലെപ്റ്റ്. അപ്പൊ ആ ആക്ഷൻ വേറെ സംഭവത്തിൽ പതിക്കുകയല്ല ചെയ്യുന്നത്, അത് നമ്മളിൽ സംഭവിച്ച ഒരു കാര്യമാണ്. അതിന് ഇൻട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയാം. ഇഫ് ഇറ്റ് ഡസ് നോട്ട് ടേക്ക് ആൻ ഒബ്ജക്ട് വി ക്യാൻ കോൾ ഇറ്റ് ഇൻട്രാൻസിറ്റീവ് വേർബ്. ഇൻട്രാൻസിറ്റീവ് വേർബ് എന്ന് നമുക്ക് അതിനെ പറയാം. അതുപോലെ പിന്നെ വേർബിനെ നമ്മൾ രണ്ടായിട്ട്, ട്രാൻസിറ്റീവ് വേർബ്, ഇൻട്രാൻസിറ്റീവ് വേർബ്. ഇൻട്രാൻസിറ്റീവ് വേർബ് ഡസ് നോട്ട് ഹാവ് എനി ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റ് ഉണ്ടാവില്ല അതിന്. ട്രാൻസിറ്റീവ് വേർബ് ആണെങ്കിൽ ദർ വിൽ ബി ഒബ്ജക്റ്റ്. അതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ഐ കിൽഡ് എ സ്നേക്ക്.
ഞാനൊരു പാമ്പിനെ കൊന്നു എന്ന് പറയുമ്പോൾ ആ ആക്ഷൻ, ആ വേർബ് ഒരു സ്നേക്കിലാണ് പതിക്കുന്നത്. സോ അതിന് ഒബ്ജക്റ്റ് എന്ന് പറയുന്നു. അപ്പൊ അതിന് ഇത്തരം വേർബിനെയാണ് നമ്മൾ ട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുക. ഈസ് ഇറ്റ് ക്ലിയർ? ഞാൻ പറയുന്നത് ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്ത എല്ലാവരും മനസ്സിലായി എങ്കിൽ മനസ്സിലായി എന്ന് പറയുന്നത് ഒരു എസ് എന്നുള്ള ഒരു അക്ഷരം ടൈപ്പ് ചെയ്തിട്ടാൽ മനസ്സിലായി എന്ന് പറയാം. അല്ലെങ്കിൽ നോ അടിച്ചു കഴിഞ്ഞാൽ മോർ ക്ലാരിറ്റി ആവശ്യമുണ്ട് എങ്കിൽ ഇത് ഒരു പക്ഷെ നിങ്ങൾക്കൊക്കെ അറിയുന്നത് തന്നെ ആയിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, ട്രാൻസിറ്റീവ് വേർബ്, ഇൻട്രാൻസിറ്റീവ് വേർബ്. ഈ ട്രാൻസിറ്റീവ് വേർബ് ഈസ് അഗൈൻ ഡിവൈഡഡ് ഇൻടു ടു. എന്താണ്? മോണോ ട്രാൻസിറ്റീവ്, അതുപോലെ ഡൈ ട്രാൻസിറ്റീവ്. അതായത് രണ്ട് ഒബ്ജക്റ്റ് വരുന്ന വേർബിന് ഡൈ ട്രാൻസിറ്റീവ് പറയും. മോണോ ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഐ കിൽഡ് എ സ്നേക്ക് എന്ന് പറയുമ്പോൾ ആ സ്നേക്കിന്റെ ആ സ്നേക്ക് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്, അവിടെ ഒരു ഒബ്ജക്റ്റേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് മോണോ ട്രാൻസിറ്റീവ്. ഇനിയിപ്പോ ഐ ഗേവ് ഹിം എ ബുക്ക്, ഞാൻ അവന് ഒരു പുസ്തകം നൽകി, അവിടെ രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്. ഐ ഗേവ് ഹിം, ഞാൻ നൽകി, അവന് നൽകി. എ ബുക്ക്, എന്ത് നൽകി? ബുക്ക് നൽകി. സോ അവിടെ എന്തുണ്ട്? രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്. അതിന് നമുക്ക് എന്ത് പറയാം? ഡൈ ട്രാൻസിറ്റീവ് വേർബ്. ഡൈ ട്രാൻസിറ്റീവ് വേർബ്. അപ്പൊ ഡൈ ട്രാൻസിറ്റീവ് വേർബ് എന്താണ്? മോണോ ട്രാൻസിറ്റീവ് വേർബ് എന്താണെന്ന് മനസ്സിലായില്ലേ ഈ ഒരു എക്സാമ്പിളിലൂടെ? ഓക്കെ, അത് ആണ് ഒരു പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു കാര്യം അഡ്ജങ്ക്റ്റ് എന്താണ് എന്നുള്ളതാണ്. അഡ്ജങ്ക്റ്റ്, ഇപ്പൊ നമ്മള് ഷീ സ്പോക്ക് ഹിയർ ലാസ്റ്റ് നൈറ്റ്, കഴിഞ്ഞ ദിവസം അവൾ എന്നോട് സംസാരിച്ചു. ഷീ സ്പോക്ക്, അവൾ സംസാരിച്ചു. അല്ലെങ്കിൽ ഹീ സ്പോക്ക് അറ്റ് ദ സെമിനാർ, സെമിനാറിൽ അവൾ സംസാരിച്ചു. അറ്റ് ദ സെമിനാർ, അവിടെ ശരിക്കും ഒരു ഒബ്ജക്റ്റ് അല്ല. അവൾ എന്ത് സംസാരിച്ചു എന്നോ അല്ലെങ്കിൽ അവള് സംസാരിച്ചതിന്റെ ആ ആക്ഷൻ ഏതിൽ പതിക്കുന്നു എന്നതല്ല ഇവിടെ പറയുന്നത്. ഷീ സ്പോക്ക് അറ്റ് ദ സെമിനാർ. അപ്പൊ സെമിനാറിൽ സംസാരിച്ചു എന്ന് പറയുന്നത് അവിടെ അറ്റ് ദ സെമിനാർ ഇന്ന് അവിടെ പറയുന്ന പേരാണ് അഡ്ജങ്ക്റ്റ്. അതിന്റെ the words that accompany an intransitive verb answer questions like where, how, when and so on. ഒരു ഇൻട്രാൻസിറ്റീവ് വേർബില് ചിലപ്പോൾ ആ വേർബിന്റെ ആക്ഷൻ മീനിങ് കംപ്ലീറ്റ് ആക്കാൻ ചിലപ്പോൾ നമ്മൾ അതിനോട് അഡീഷണൽ ആയിട്ട് ചേർക്കുന്ന ചില ടേംസ് ഉണ്ട്. സി ഹൗ അഡ്ജങ്ക്റ്റ്സ് ട്രാൻസ്ഫോം ദ മീനിങ് ആൻഡ് ഇഫക്റ്റ് ഓഫ് എ സെന്റൻസ്. ഓ ഷീ സ്പോക്ക് എന്ന് പറഞ്ഞാൽ അവൾ സംസാരിച്ചു. ഷീ സ്പോക്ക് അറ്റ് ദ സെമിനാർ, സെമിനാറിൽ സംസാരിച്ചു എന്ന് പറയുമ്പോൾ അറ്റ് ദ സെമിനാർ എന്ന് പറയുന്നതിന് അഡ്ജങ്ക്റ്റ് എന്നാണ് പറയാം. അവിടെ ഒബ്ജക്റ്റ് അല്ല, അത് അഡ്ജങ്ക്റ്റ് ആണ്. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? അതുപോലെ ഷീ സ്പോക്ക് വെൽ അറ്റ് ദ സെമിനാർ, അവിടെയും വെൽ അറ്റ് ദ സെമിനാർ അവിടെ അഡ്ജങ്ക്റ്റ് ആണ്. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ അതിലെ ഒബ്ജക്റ്റ് വ്യത്യാസം എന്താണ് ട്രാൻസിറ്റീവ് വേർബ്, വാട്ട് ഈസ് ഇൻട്രാൻസിറ്റീവ് വേർബ്, ഇത്തരം കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക. അതുപോലെ ഈ ടെക്സ്റ്റിന്റെ ഈ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഭാഗം ഒന്ന് നിങ്ങൾ നന്നായിട്ട് വായിച്ചിട്ട് വരിക അടുത്ത ക്ലാസ്സിൽ വരുന്നതിന് മുമ്പേ. അതുപോലെ ഫ്രേസൽ വേർബ്സ് ഉണ്ട്. ഫ്രേസൽ വേർബ്സ് ചില വേർബിന്റെ കൂടെ ഒരു പാർട്ടിക്കിളും കൂടെ ചേരുമ്പോൾ അതിന്റെ മീനിങ് വിൽ ബി ടോട്ടലി ഡിഫറെന്റ്. ഇപ്പൊ നമ്മൾ പുട്ട് എന്ന് പറയുന്നു, പുട്ട്. ഇപ്പൊ ഐ പുട്ട് ഓൺ മൈ ഷർട്ട്, ഞാൻ എൻ്റെ വസ്ത്രം ധരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം, പുട്ട് ഓൺ. നമ്മൾ സാധാരണ പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക എന്ന ഒരു അർത്ഥത്തിലാണ്, വെക്കുക, പ്ലേസ് ചെയ്യുക എന്നുള്ള മീനിങ്ങിലാണ്. പക്ഷെ വെൻ എ പാർട്ടിക്കിൾ കംസ് ടുഗദർ വിത്ത് ദിസ് വേർബ് പുട്ട് ഓൺ, മീനിങ് ടോട്ടലി ഡിഫറെന്റ് ആയി. അതുപോലെ പുട്ടപ്പ് അല്ലെ, ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതിനാണ് പുട്ടപ്പ്. ദിസ് നോട്ടീസ് വാസ് പുട്ടപ്പ് ഓൺ ദിസ് ഇൻഫർമേഷൻ വാസ് പുട്ടപ്പ് ഓൺ ദ നോട്ടീസ് ബോർഡ്. അതുപോലെ പിന്നെ പുട്ട് ഓഫ്, പോൺ അല്ലെ. ഇതുപോലെ ചില പാർട്ടിക്കിൾസ് വരുന്നത് ഇതിന് ഫ്രേസൽ വേർബ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫ്രേസൽ വേർബ് എന്താണ്, അഡ്ജങ്ക്റ്റ് എന്താണ്, ട്രാൻസിറ്റീവ് വേർബ് അതിൽ തന്നെ 2 ടൈപ്സ് ഉണ്ട്, മോണോ ട്രാൻസിറ്റീവ്, ഡൈ ട്രാൻസിറ്റീവ്. അത് ഏതൊക്കെയാണ്, അതിന് എക്സാമ്പിൾസ് എന്താണ്,
ഇതൊക്കെ നമ്മൾ ടെക്സ്റ്റിന്റെ ആദ്യ ഭാഗത്ത് ആദ്യത്തെ 3-4 പേജുകളിലായിട്ട് അതിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആ ഭാഗം നിങ്ങൾ ഒന്നുകൂടെ വായിക്കുക, അത് മനസ്സിലാക്കുക. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ വന്ന് ചോദിക്കണം, എവിടെയെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ. അപ്പൊ ഈ പാർട്ടില് പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള സിന്റാക്സിന്റെ ഭാഗം വിവരിക്കുന്ന സ്ഥലത്ത് കുറച്ച് കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഒരു ആക്ടിവിറ്റിയാണ്. അതില് ഒരു റസ്കിൻ ബോണ്ടിന്റെ ഒരു സ്റ്റോറിയില് ഒരു ചെറിയൊരു എക്സ്ട്രാക്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് റൂം നിങ്ങൾക്കൊരു ആക്ടിവിറ്റി ഇതിൽ ചെയ്യാനുണ്ട്. ലുക്ക് അറ്റ് ദ വേർബ്സ് ഇൻ ദ ഫോളോയിങ് പാസേജ്. ക്ലാസ് റൂം ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടെക്സ്റ്റിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിക്കുക. അത് എന്താണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്ന് അതൊന്ന് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായത് ഇതിൽ വേർബ് എന്തൊക്കെയാണ്, ഇതില് നിങ്ങൾക്ക് ഈ വിവരിച്ച ഭാഗങ്ങൾ ഇതിൽ മനസ്സിലായിട്ടുണ്ടോ എന്ന് പ്രായോഗികമായി നിങ്ങൾ കാണിക്കാൻ വേണ്ടിയുള്ള ചെറിയ ഒരു ആക്ടിവിറ്റിയാണ്. അത് നിങ്ങൾ ചെയ്യുക. റസ്കിൻ ബോണ്ടിന്റെ ഐസ് ഓഫ് ദ കാറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റോറിയുടെ ഒരു എക്സ്ട്രാക്ട് മാത്രമാണ് കൊടുത്തിരുന്നത്. നമുക്ക് സ്റ്റോറി അല്ല അവിടെ ഇമ്പോർട്ടന്റ്. ഇതിന്റെ ലാംഗ്വേജ് എലമെന്റ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, അത് എങ്ങനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു എന്നതിന് പെൻസിൽ കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അതിൽ വേർബ് ഏതാണ്, അഡ്ജങ്ക്റ്റ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇതിലെ ആക്ടിവിറ്റി. അതും നമ്മുടെ ടെക്സ്റ്റിന്റെ ബാക്കിൽ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അതൊന്ന് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ സമയമായും തോന്നുന്നു അല്ലേ? ഓക്കെ. അപ്പം ആ ഒരു ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുക. അതിനു മുമ്പ് ഒന്ന് ശ്രദ്ധാപൂർവം നമ്മളെ സിന്റാക്സ് എന്ന ഭാഗം ഒന്ന് ടെക്സ്റ്റിൽ നൽകിയിരിക്കുന്ന എക്സാമ്പിൾസ് സഹിതം കൊടുത്തിട്ടുണ്ട്. ട്രാൻസിറ്റീവ് വേർബ് എന്താണ്, ഇൻട്രാൻസിറ്റീവ്, മോണോട്രാൻസിറ്റീവ് എന്താണ്, ഡൈട്രാൻസിറ്റീവ്, അഡ്ജങ്ക്റ്റ്, ഫ്രേസൽ വേർബ്സ്, ഇത്രയും കാര്യങ്ങളെ കുറിച്ചൊരു ധാരണ ആദ്യം ഉണ്ടാക്കുക. ശേഷം ഇതിൽ നൽകിയിട്ടുള്ള ഈ ആക്ടിവിറ്റി, ക്ലാസ് റൂം ആക്ടിവിറ്റി ഒന്ന് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇത് ചെയ്തു എന്നതിന്റെ തെളിവായിട്ട് നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോ എനിക്ക് എടുത്ത് വിട്ടു തരിക. നമ്മള് പിന്നെ ഇതിന്റെ തിയറി വിവരിക്കുന്ന എക്സാമ്പിൾസ് ആയത് വിവരിക്കുന്ന ഭാഗത്തെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ ഭാഗം അടുത്ത ലൈവ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാവുന്നതാണ്. ഞാൻ കൂടുതൽ ഡിസ്ക്രിപ്ഷൻ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ബി ഗിവിംഗ് യു ദാറ്റ് ക്ലാരിഫിക്കേഷൻ, എക്സ്പ്ലനേഷൻ ആൻഡ് എക്സ്പ്ലിക്കേഷൻ. ഓക്കെ, ഓൾ റൈറ്റ്, മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. തുടർന്ന് നമുക്ക് നിങ്ങളുടെ ഈ ആക്ടിവിറ്റിക്ക് ശേഷം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം ഇതിന്റെ കണ്ടിന്യൂഷന് വേണ്ടി. ഓക്കെ, സോ താങ്ക് യു എവ്രി വൺ. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് ലൈവില് വന്ന 2 പേരെ ഞാൻ ശ്രദ്ധിച്ചു, വളരെ സന്തോഷം. ഇതുപോലെ നിങ്ങൾ പരമാവധി ലൈവായി വരാൻ ശ്രദ്ധിക്കുക. നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഒരു ഫീലോടുകൂടി നമ്മൾ അതിനെക്കുറിച്ച് ബോധേഡ് ആയിരിക്കണം. നമ്മൾ ഇരിക്കുന്ന സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല അതിനുള്ള ഒരു പ്രിപ്പറേഷനോട് കൂടിയാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്നത് കൃത്യമായിട്ട് അതിൽ മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് പിന്നെ ആ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ആക്ടിവിറ്റീസ് ഒന്ന് ചെയ്യുക. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. നമുക്ക് തൽക്കാലം ഇത് സ്റ്റോപ്പ് ചെയ്യാം, കാരണം നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കയറേണ്ടതല്ലേ. എനിക്കുണ്ട് നിങ്ങൾക്കുണ്ട് ക്ലാസ് എന്ന് തോന്നുന്നു. ഓക്കെ, ഓക്കെ ദെൻ. താങ്ക് യു ഓൾ for your support, for your attention. Thank you so much.